വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം ഭാഗം 7. കരയല്ലേ ഉമ്മ, ഉപ്പാക്ക് ഒന്നും സംഭവിക്കില്ല. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലിരുന്ന് കരയുന്ന ഉമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ടവൾ പറഞ്ഞു. മോളെ, നിന്റെ ഉപ്പാക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ഉണ്ടാവില്ല. തന്റെ വിഷമം സഹിക്കാനാവാതെ അവർ വിളിച്ചു പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ലേ ഉമ്മ, നിങ്ങളല്ലേ എനിക്കും ഉമ്മാമാക്കും ധൈര്യം തരേണ്ടത്. ആ നിങ്ങൾ തന്നെ ഇങ്ങനെ തളർന്നാലോ? അവൾ ഉമ്മയെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. ആ അറിയാത്ത നമ്പറിൽ നിന്നും വന്ന കോൾ എടുത്തപ്പോഴാണ് ഉപ്പാക്കൊരു കാർ ആക്സിഡന്റ് പറ്റിയ വിവരം അറിയുന്നത്. പെട്ടെന്നുള്ള ആ വാർത്ത അവൾക്കൊരു ഷോക്കായിരുന്നു. കുറച്ചു സമയം അത് കേട്ട് അവൾ തരിച്ചിരുന്നു പോയി. പിന്നെ താഴേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. ഉമ്മയോട് മുഴുവൻ വിവരങ്ങളും പറഞ്ഞില്ലെങ്കിലും ഉപ്പാക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് മാത്രം പറഞ്ഞു. എന്നാൽ അത് കേട്ട ഉമ്മയുടെ നിലവിളിയിൽ ഉമ്മാമയും കാര്യമറിഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഓട്ടോയും പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു വരികയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് കാര്യം ഇത്തിരി സീരിയസ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. ഓപ്പറേഷൻ ഇപ്പോ കഴിയും, അതിനു മുന്നേ നിങ്ങൾ ബില്ല് പേ ചെയ്യണം. നേഴ്സ് വന്ന് അത്രയും പറഞ്ഞുകൊണ്ടുപോയി. ലിയക്ക് എന്ത് ചെയ്യണം എന്നറിയാതെയായി. മോളെ, നീ പോയി ബില്ല് എത്രയാകുമെന്ന് നോക്കിയിട്ട് വാ. ഉമ്മ അവളെ ബില്ലിന്റെ കാര്യങ്ങൾ നോക്കാനായി പറഞ്ഞു വിട്ടു. നിങ്ങളുടെ ഇപ്പോ ഓപ്പറേഷന് മറ്റുമായി 10 ലക്ഷത്തിൽ കൂടുതൽ വരും. ഇപ്പോ അത്യാവശ്യമായി ഒരു 5 ലക്ഷമെങ്കിലും അടക്കണം. അത്രയും പറഞ്ഞ അവരുടെ മുഖത്തേക്ക് ലിയ ദയനീയമായി നോക്കിപ്പോയി. മോളെ, അവരെന്താ പറഞ്ഞേ? അവൾ മുഖം കുനിച്ച് വരുന്നത് കണ്ട് ഉമ്മ ചോദിച്ചു. അത് പിന്നെ ഉമ്മ, അവരിപ്പോ അർജന്റായി ഒരു 5 ലക്ഷമെങ്കിലും അടക്കണമെന്നാ പറയുന്നേ. അത് കേട്ട് ഉമ്മ ആകെ ടെൻഷനായി. പെട്ടെന്ന് എങ്ങനെയാ മോളെ ഇത്രയും ക്യാഷ് ഉണ്ടാക്കുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, ഉമ്മാന്റെ ഗോൾഡ് ഇല്ലേ വീട്ടില്, അത് കൊണ്ടുപോയി പണയം വെക്ക്. ബാക്കി കുറച്ച് പൈസ അക്കൗണ്ടിലുമുണ്ട്. മോള് പോയി റെഡി ആക്കിയിട്ട് വാ. ഉമ്മ അവളെ ബാങ്കിലേക്ക് പറഞ്ഞു വിട്ടു. ഗോൾഡ് എടുക്കാൻ വീട്ടിലെത്തിയ ലിയ ഒരുപാട് കരഞ്ഞു. ഉമ്മയുടെ മുന്നിൽ കരയാതെ പിടിച്ചു നിർത്തിയ കണ്ണീരൊക്കെ അണ പൊട്ടി ഒഴുകി. ഉമ്മയുടെ കല്യാണത്തിനുള്ള ഗോൾഡ് വരെ അവിടെ ഉണ്ടായിരുന്നു. വീട് പണിയുന്ന സമയത്ത് പോലും ഉപ്പ അതൊന്നും തൊട്ടിട്ട് പോലും ഇല്ലായിരുന്നു. എന്റെ കല്യാണത്തിന് അതൊക്കെ ഇട്ട് കാണണമെന്ന് ഉപ്പയും ഉമ്മയും എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ ആദ്യമായി അത് പണയം വെക്കാൻ പോവുകയാണ്, അതും ഉപ്പാക്ക് വേണ്ടി. ഇതറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും ഉപ്പ തന്നെയായിരിക്കും. അവൾ ആദ്യം ബാങ്കിലെത്തി അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് ചെക്ക് ചെയ്തു. എന്നാൽ അത് അത്ര വലിയ എമൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. ബാക്കി പണത്തിനായി അവൾ ഗോൾഡ് വെക്കാനായി പോയി. മാഡം, ഇതിന് മാക്സിമം ഒരു 4 ലക്ഷം മാത്രമേ കിട്ടൂ. അത് കേട്ട ലിയ ആകെ സങ്കടപ്പെട്ടു. ഇനിയും ഒരു 50,000 കൂടി വേണ്ടി വരും, അതും ഇപ്പോഴത്തെ ബില്ലിന് മാത്രം. ഇനിയും എത്ര ബില്ല് പേ ചെയ്യാനുണ്ടാകും? എല്ലാം ഓർത്ത് അവൾ ആകെ ടെൻഷനായി. പ്ലീസ് ഒരു 50,000 കൂടി എങ്ങനെയെങ്കിലും കൂട്ടിത്തരണം, അവൾ അവരോട് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. നടക്കില്ല മാഡം, ഇത് തന്നെ മാക്സിമം ആണ്. കൂടുതൽ വേണമെങ്കിൽ ഇത് വിൽക്കേണ്ടി വരും. അതും പറഞ്ഞ് അവർ ആ ഗോൾഡ് അവൾക്ക് തന്നെ തിരികെ നൽകി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ വേഗം ഉമ്മയെ ഫോൺ ചെയ്ത് വിവരങ്ങളൊക്കെ പറഞ്ഞു. എന്താ മോളെ നമ്മളിനി ചെയ്യാ? ഉമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ഉമ്മ, അവര് പറഞ്ഞതുപോലെ ഞാൻ അത് കൊണ്ടുപോയി വിൽക്കാം, അപ്പോ ക്യാഷ് തികയുമല്ലോ, അവൾ ഉമ്മയോട് പറഞ്ഞു. മോളെ, അത് നിന്റെ കല്യാണത്തിനായി മാറ്റിവെച്ചതല്ലേ. ഇപ്പോ കല്യാണമാണോ ഉമ്മ വലുത്? ആദ്യം ഉപ്പാന്റെ ഓപ്പറേഷൻ നടക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെയല്ലേ. അതും പറഞ്ഞവൾ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് നേരെ ഒരു ജ്വല്ലറിയിലേക്ക് പോയി. അവിടെ ഗോൾഡ് കൊടുത്ത് പണം വാങ്ങുന്നതിനിടയിൽ ഒരാൾ വന്ന് അവളെ തടഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ ഷാനുവിനെയാണ് കണ്ടത്. അവൾ ബാങ്കിലുണ്ടായിരുന്നപ്പോൾ അവനും അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നതായിരുന്നു അവൻ. അപ്പോഴാണ് ലിയ സംസാരിക്കുന്നതൊക്കെ അവനും കേട്ടത്. എന്നാൽ അവളെ വിളിച്ചെങ്കിലും മറ്റൊരു ലോകത്തായിരുന്നു അവൾ അവനെ കണ്ടതും കേട്ടതുമില്ല. ബാങ്കിൽ നിന്നും പെട്ടെന്നിറങ്ങി ആദ്യം കണ്ട ഓട്ടോയിൽ കയറി പോവുകയായിരുന്നു അവൾ.
അവൾക്ക് പിന്നാലെ അവനും ഉണ്ടായിരുന്നു. താൻ എന്തായി ചെയ്യുന്നേ? എനിക്ക് ക്യാഷ് വാങ്ങി പെട്ടെന്ന് പോകാനുള്ളതാ, അവൾ ദേഷ്യത്തോടെ അവനോടായി പറഞ്ഞു. തനിക്കുള്ള പണം ഞാൻ തരാം, അതിന് ഗോൾഡ് വിൽക്കുകയൊന്നും വേണ്ട, അവൻ അവളോടായി സൗമ്യമായി പറഞ്ഞു. തന്റെ ക്യാഷ് ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് പെട്ടെന്ന് പോണം, നിങ്ങൾ വേഗം ആ ക്യാഷ് താ. അതും പറഞ്ഞ് ഷാനുവിനോട് മുഖം തിരിച്ച് അവൾ ജ്വല്ലറി ജീവനക്കാരനോട് പറഞ്ഞു. തന്റെ സഹായം അവൾ സ്വീകരിക്കില്ലെന്ന് മനസ്സിലാക്കിയ അവൻ അയാളോട് പണം നൽകാൻ കണ്ണുകൊണ്ട് കാണിച്ചു. അവൾ അതും വാങ്ങി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഉമ്മ, ഞാൻ ബില്ലടച്ചു, ഇനി കുറച്ച് ക്യാഷ് കൂടി ഉണ്ട്, അതും കഴിഞ്ഞാ നമ്മൾ എന്ത് ചെയ്യും? അവൾ ഇനി മുന്നോട്ട് എന്ത് എന്ന ചിന്തയോടെ ഉമ്മയോട് ചോദിച്ചു. നമുക്ക് ചോദിക്കാനും തരാനുമൊന്നും ആരുമില്ലല്ലോ മോളെ, അവർ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ ഉമ്മ ഒരു അനാഥയായിരുന്നു. അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു കടയിൽ നിൽക്കുകയായിരുന്ന അവളുടെ ഉപ്പ അവരെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. അവളുടെ ഉപ്പാക്കും സഹോദരങ്ങൾ ഒന്നുമില്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് അയാളുടെ ഉമ്മ മാത്രമാണ്. കല്യാണത്തിനുള്ള സ്വർണം കൊടുത്തത് ഉപ്പ തന്നെയാണ്. ഉമ്മാമ്മയുടെ കയ്യിലുണ്ടായിരുന്നതും ഉപ്പ അതുവരെ സമ്പാദിച്ചതെല്ലാം ചേർത്താണ് മണവാട്ടിയായി ഉമ്മയെ സ്വർണമെല്ലാം ഇട്ട് ഒരുക്കിയത്. അതിന് കാരണം ഒരിക്കൽ കല്യാണത്തിന് മുന്നേ അവളുടെ ഉമ്മ പറഞ്ഞിരുന്നു, ഞാനൊരു അനാഥയല്ലായിരുന്നെങ്കിൽ എല്ലാ പെൺകുട്ടികളെയും പോലെ സ്വർണവും നല്ല വസ്ത്രവും ഒക്കെ ഇട്ട് എന്റെയും കല്യാണം നടക്കില്ലായിരുന്നു എന്ന്. അത് കേട്ട അവളുടെ ഉപ്പാക്ക് വലിയ വിഷമമായി. അങ്ങനെയാണ് അയാൾ ഉമ്മയോടും ഈ കാര്യം പറയുന്നത്. അവർക്കും അത് കേട്ടപ്പോൾ സങ്കടമായി. അവർ തന്റെ കയ്യിലുള്ള സ്വർണം മരുമകൾക്കായി സന്തോഷത്തോടെ നൽകി. ഒരു മകളില്ലാത്ത വിഷമം ഉണ്ടായിരുന്നവർക്ക് നല്ലൊരു മകളെ തന്നെ കിട്ടി. അവർക്കും അവർ നല്ലൊരു ഉമ്മയായിരുന്നു. കല്യാണത്തിന് ശേഷം ഒരിക്കൽ പോലും ലിയയുടെ ഉമ്മാക്ക് താനൊരു അനാഥയാണെന്ന് തോന്നിയിട്ടില്ലായിരുന്നു. അങ്ങനെയൊരു ചിന്ത വരാൻ പോലും അവരെ അവർ അനുവദിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ. അതൊന്നും ഓർത്ത് ഉമ്മ വിഷമിക്കേണ്ട, പടച്ചോൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരും, അവൾ ഉമ്മയെ ആശ്വസിപ്പിച്ചു. എങ്കിലും അവൾക്കുള്ളിൽ എങ്ങനെ ഇത്രയും പണം ഉണ്ടാക്കുമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. ഓപ്പറേഷനൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. എങ്കിലും ഉപ്പ ICUവിൽ തന്നെയായിരുന്നു. ഇനിയുള്ള മരുന്നിന്റെയൊക്കെ ബില്ല് അപ്പ തന്നെ പേ ചെയ്യണമെന്ന് പറഞ്ഞ് നേഴ്സ് പോയത് മുതൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ലിയ. എന്ത് ചെയ്യണമെന്ന് അവൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. അപ്പോഴാണ് അങ്ങോട്ട് റനയും റിയാനും വരുന്നത്. എന്തായടി ഉപ്പാക്ക്, ഇപ്പൊ എങ്ങനെയുണ്ട്? റന ലിയയോട് ചോദിച്ചു. ഇപ്പോ കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷനൊക്കെ നന്നായി കഴിഞ്ഞു, ലിയ മറുപടി നൽകി. നിനക്ക് അപ്പൊ തന്നെ വിളിച്ചൂടായിരുന്നോ? ഇത് ഞാൻ ചുമ്മാ അങ്ങോട്ട് വിളിച്ചപ്പോഴല്ലേ വിവരം അറിഞ്ഞേ, അല്ലായിരുന്നെങ്കിൽ ഞങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ, റന അവളെ ദേഷിച്ചുകൊണ്ട് പറഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് സഹായത്തിനായി മറ്റാരും ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അപ്പോഴത്തെ ടെൻഷനിൽ ഞാനൊന്നും ഓർത്തില്ലടി, എന്തായാലും നീ വന്നില്ലേ, അത് തന്നെ വലിയ ആശ്വാസം, ലിയ റനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മ, ബില്ലൊക്കെ പേ ചെയ്തോ? റിയാൻ ഉമ്മയോടായി ചോദിച്ചു. ആ മോനെ, കുറച്ച് ക്യാഷ് അടച്ചു, ഇനി ബാക്കി കൂടി എങ്ങനെ അടക്കും എന്ന ടെൻഷനിലാണ്, ഉമ്മ അവരുടെ വിഷമം അവരോടായി പറഞ്ഞു. അതൊന്നും ഓർത്ത് ഉമ്മ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ, അവൻ അവരെ ആശ്വസിപ്പിച്ചു. ആ ഒരു വാക്കിൽ തന്നെ അവളുടെ ഉമ്മാക്ക് പകുതി ആശ്വാസമായി. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? അവൻ അവരോടായി ചോദിച്ചു. അതിനെ ആരും മറുപടി പറയാതിരുന്നപ്പോൾ തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് അവന് മനസ്സിലായി. ഉമ്മാമയും ഇങ്ങനെ കഴിക്കാതിരുന്നാലോ? നിങ്ങൾ വാ, നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം, ഉപ്പാക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ പട്ടിണി കിടക്കുന്നേ? ഉപ്പ എണീറ്റ് നിങ്ങളുടെ ഈ കോലം കണ്ട അതാവും അങ്ങേർക്ക് വലിയ വേദന, അവൻ അവരോട് എല്ലാവരോടുമായി പറഞ്ഞു. എനിക്ക് വേണ്ട മോനെ, നീ മോളെയും ഉമ്മാനെയും കൂട്ടിപ്പോയിക്കോ, ഉമ്മ അവർക്കൊന്നും വേണ്ടെന്ന് തീർത്തു പറഞ്ഞു. ആദ്യമൊന്നും ലിയയും ഉമ്മാമയും കൂടെ വരാൻ സമ്മതിച്ചില്ലായിരുന്നു. പിന്നെ റനയും റിയാനും കുറെ നിർബന്ധിച്ചാണ് ക്യാൻറ്റീനിലേക്ക് നടന്നത്. ലിയ ഒരു ചായ മാത്രം പറഞ്ഞു. അതുകൊണ്ട് റിയാൻ ദേഷ്യത്തോടെ അവളെ നോക്കി. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന ഉപ്പ ഡിസ്ചാർജ് ആകുമ്പോഴേക്കും മോളെ അഡ്മിറ്റ് ആക്കാം, അവൻ അവളോടായി പറഞ്ഞു.
ഒപ്പം അവർക്ക് രണ്ടുപേർക്കും കഴിക്കാനായി ദോശയും ഓർഡർ ചെയ്തു. റിയാൻ ഉള്ളത് കൊണ്ട് വേണ്ടാനിട്ടും എങ്ങനെയൊക്കെയോ ലിയ കഴിച്ചെന്ന് വരുത്തി. ഇല്ലെങ്കിൽ വീണ്ടും അവന്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കുമെന്ന് അവൾക്കറിയാം. ഭക്ഷണം കഴിച്ച് ഉമ്മാമയെ റനയുടെ കൂടെ ഉമ്മാക്കരികിലേക്ക് പറഞ്ഞുവിട്ട് ലിയയെയും കൂട്ടി റിയാൻ ബാക്കി ബില്ലിന്റെ വിവരം അന്വേഷിക്കാൻ പോയി. ഇക്ക, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചെറിയ എമൗണ്ട് ഒന്നും ആയിരിക്കില്ല. നിങ്ങൾ എങ്ങനെയാ അത്രയും വലിയ തുക കണ്ടെത്തുക? ലിയ അവനോടായി വല്ലായ്മയോടെ ചോദിച്ചു. നമുക്ക് നോക്കാന്നേ, താൻ ടെൻഷനാകാതെ. കുറച്ച് എമൗണ്ട് എന്റെ അക്കൗണ്ടിലുണ്ട്. ബാക്കി വരുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റാക്കാം. താൻ വാ, അവൻ അവളെ ആശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. അവനോടൊപ്പം നടക്കുമ്പോഴും ഈ കടങ്ങളൊക്കെ താൻ എങ്ങനെ വീട്ടും എന്ന ചിന്തയിലായിരുന്നു ലിയ. ഇതുപോലൊരാങ്ങള തനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്നവൾ വെറുതെ ആഗ്രഹിച്ചു പോയി. പലപ്പോഴും റനയോടും ഇക്കാര്യം പറയാനുണ്ട്. നിനക്ക് ചോദിക്കാനും പറയാനും രണ്ട് ഇക്കാക്കമാരില്ലേന്ന്. അതൊരു വല്ലാത്ത ധൈര്യം തന്നെയാണ്. ഇപ്പോ ആ വിഷമം കൂടുതൽ മനസ്സിലാക്കുന്നതും ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ്. ഒന്നുമില്ലെങ്കിലും ആശ്വാസത്തോടെ തോളിൽ ചായാനെങ്കിലും പറ്റുമായിരുന്നല്ലോ. സർ, നിങ്ങളുടെ ബില്ല് മുഴുവൻ പേ ചെയ്തല്ലോ. ഡിസ്ചാർജ് വരെ ഉണ്ടാകാവുന്ന എമൗണ്ട് അഡ്വാൻസ് ആയി ഇവിടെ പേ ചെയ്തിട്ടുമുണ്ട്. അത് കേട്ട ലിയയും റിയാനും പരസ്പരം നോക്കി നിന്നുപോയി. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാവും. ഞാൻ ആ ബില്ലൊന്നും പേ ചെയ്തിട്ടില്ല. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കൂ, അവൾ വിശ്വാസമാകാതെ അവരോടായി പറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമാണ്, നിങ്ങൾ തന്നെ നോക്കൂ. അവർ അത് ലിയക്കായി കാണിച്ചു കൊടുത്തു. അത് കണ്ട് അവളാകെ തരിച്ചുപോയി. താൻ പോലും അറിയാതെ ആരാണിത് ചെയ്തത്? അതും ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കാനും മാത്രം താനുമായി ബന്ധമുള്ളത് ആർക്കാണ്? ഒന്നും മനസ്സിലാവാതെ അവൾ നിന്ന് പരിങ്ങി. ഇത് ആരാണ് പേ ചെയ്തതെന്ന് പറയാമോ? അവൾ അവരോടായി ചോദിച്ചു. നോക്കട്ടെ. അവർ അത് ചെക്ക് ചെയ്ത് നോക്കി. മാഡം, വൺ മിസ്റ്റർ ഷാനവാസ് ആണ് ഇത് പേ ചെയ്തത്. നിങ്ങളുടെ റിലേറ്റീവ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കേട്ട് ലിയക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. ബില്ല് മുഴുവൻ പേ ചെയ്തതിൽ സന്തോഷിക്കുകയാണോ അതോ ദേഷ്യപ്പെടുകയാണോ വേണ്ടതെന്നറിയാതെ അവൾ ഒരു നിമിഷം അങ്ങനെ നിന്നുപോയി. ഷാനവാസ് എന്ന പേര് കേട്ടതും റിയാൻ ദേഷ്യം കൊണ്ട് അവിടെ നിറങ്ങിപ്പോയി. അവനാരാ അവളുടെ കാര്യത്തിൽ എത്ര കരുതൽ നൽകാൻ? ഞാനിവിടെയുള്ളപ്പോൾ അവന്റെ ആവശ്യം എന്താ? ലീ പറഞ്ഞിട്ടാവും അവൻ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് റിയാൻ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് തന്നെ ആരോടും യാത്ര പോലും പറയാതെ അവൻ അവിടുന്ന് പോയി. ലീ ആവട്ടെ ഇത് ഉമ്മാനോട് എങ്ങനെ പറയും എന്ന വിഷമത്തിലായിരുന്നു. ഇത്രയും വലിയൊരു തുക അടക്കാൻ മാത്രം അവനും താനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്നോർത്ത് അവൾ വേവലാതിപ്പെട്ടു. മോളെ, എന്തായി? ഇനിയും എത്രയാ അടയ്ക്കേണ്ടത്? ഉമ്മ അവളോടായി ചോദിച്ചു. അത് പിന്നെ ഉമ്മ എന്ത് മറുപടി നൽകണമെന്നറിയാതെ അവൾ നിന്ന് പരിങ്ങി. ആ ബില്ല് ഞാൻ പേ ചെയ്തു. അവളുടെ പിന്നിൽ നിന്നായി വന്ന ശബ്ദത്തിൽ ഞെട്ടി വിളിച്ചുകൊണ്ട് അവൾ പിന്നിലേക്ക് നോക്കി. അതാ അവളുടെ തൊട്ടു പിന്നാലെ യാതൊരു ടെൻഷനുമില്ലാതെ കൂളായി നിൽക്കുന്നവൻ. അവനെ കണ്ടതും താൻ ഇനി എന്ത് ചെയ്യും എന്നോർത്ത് അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. പെട്ടെന്ന് തന്നെ വീഴാൻ പോയ അവളെ അവൻ താങ്ങി നിർത്തി. എന്താ പറ്റിയത്? താൻ ഓക്കെ അല്ലേ? കണ്ണുകൾ അടക്കാതെ എന്നാൽ അത്രയും ക്ഷീണത്തോടെ അവന്റെ കൈക്കുള്ളിൽ നിൽക്കുന്ന അവളോടായി അവൻ ചോദിച്ചു. അയ്യോ മോളെ, എന്താ പറ്റിയേ? ഉമ്മ വേവലാതിയോടെ ചോദിച്ചു. ഒന്നുമില്ലമ്മ, പെട്ടെന്നെന്തോ തല ചുറ്റുന്നത് പോലെ തോന്നി. അവൾ അവന്റെ കൈക്കുള്ളിൽ നിന്നും കുതറി മാറിക്കൊണ്ട് പറഞ്ഞു. അല്ല, ഇതാരാ മോളെ? ഈ മോനെ എന്തിനാ നമ്മുടെ ബില്ലടച്ചത്? ഉമ്മയുടെ വീണ്ടുമുള്ള ചോദ്യത്തിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ നിന്ന് പരിങ്ങി. ഒരു ആശ്വാസം എന്നോണം അവൾ റനയുടെ കൈ മുറുകെ പിടിച്ച് അവളെ ഒന്ന് നോക്കി. എന്ത് ചെയ്യുമെന്നറിയാതെ റനയും അവളെ സഹതാപത്തോടെ നോക്കി നിന്നുപോയി. എന്റെ സിസ്റ്റർ ലേയുടെ കോളേജിലാ പഠിക്കുന്നത്. അവളാ ഈ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞത്. പെട്ടെന്ന് ഇങ്ങനെയൊരു അപകടം പറ്റിയ ആരുടെ കയ്യിലും ക്യാഷ് റെഡിയായി ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ ബില്ല് പേ ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമ്പോ തിരിച്ചു തന്നാ മതി. അതും പറഞ്ഞ് അവൻ ലിയയെ നോക്കി. നേരത്തെ
തന്റെ സഹായമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതാണ്. അങ്ങനെയുള്ള അവനാണ് ബാക്കി ക്യാഷ് അടച്ചത് എന്നതിൽ അവൾക്ക് വല്ലാത്ത ലജ്ജ തോന്നി. എന്നാ ഞാൻ ഇറങ്ങട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അതും പറഞ്ഞ് അവൻ ഉമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അവന്റെ നമ്പർ സേവ് ചെയ്തു. അടച്ചോനാ, മോനെ ഇപ്പോ ഇങ്ങോട്ടെത്തിച്ചേ, അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ. ഉള്ളത് നുള്ളിപ്പെറുക്കിയ കുറച്ച് ക്യാഷെങ്കിലും അടച്ചേ. മോനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അതും പറഞ്ഞവർ അവന്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉമ്മ കരയല്ലേ, ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. പിന്നെ ഞാൻ ഡോക്ടറോട് സംസാരിച്ചിരുന്നു. ഉപ്പാക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. 2 ദിവസത്തിനുള്ളിൽ റൂമിലേക്ക് മാറ്റും. നിങ്ങൾ ടെൻഷനാകാതെ ഇരുന്നാൽ മാത്രം മതി. അവൻ കരുതലോടെ അവരോട് പറഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അതും പറഞ്ഞവൻ ലിയയെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഉമ്മ, ഞാൻ ഇപ്പൊ വരാം. അതും പറഞ്ഞവൾ അവനരികിലേക്ക് പാഞ്ഞു. ഷാനു, അവനരികിലായി എത്തിയ അവൾ വിളിച്ചു. അവൻ അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിന്നു. എന്താ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? കരുതലോടെയുള്ള അവന്റെ ചോദ്യത്തിൽ ഒന്നുമില്ലെന്നവൾ തലയാട്ടി. താൻ എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നേ? അവളൊരു ചോദ്യം ചോദിച്ചു. എനിക്ക് തോന്നി, അതുകൊണ്ട് ചെയ്തു, അത്രേ ഉള്ളൂ, അവൻ നിസ്സാരമായി പറഞ്ഞു. അല്ലാതെ എന്നോട് ചെയ്തതിന് പ്രത്യുപകാരമായിട്ടാണോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അങ്ങനെയാണ് തനിക്ക് തോന്നുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ സ്നേഹിക്കുന്ന പെണ്ണിനെ ഒന്ന് ഉമ്മ വെച്ചെന്ന് കരുതി അതിനെങ്ങനെയൊക്കെ ഒരു പ്രത്യുപകാരം ചെയ്യണമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. പെട്ടെന്നുള്ള അവന്റെ ആ പ്രതീക്ഷിക്കാതെയുള്ള മറുപടിയിൽ അവളൊന്ന് പകച്ചുപോയി. അവൻ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോ അവൾക്കെന്തോ അത് വിശ്വാസം വരാത്തതുപോലെ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആദ്യം കണ്ടപ്പോ തന്നെ നിന്റെ ഈ പൂച്ചക്കണ്ണ് എന്റെ ഉള്ളിൽ തറച്ചതാ. പിന്നെ എപ്പോഴോ അത് ഞാൻ പോലും അറിയാതെ ഒരു പ്രണയമായി മാറി. അവൻ അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടായിരുന്നു അത്രയും പറഞ്ഞത്. അവൾ അതൊക്കെ കേട്ട് ആകെ കിളിപോയ അവസ്ഥയിലാണ്. പിന്നെ ഇപ്പോ ഈ ചെയ്ത സഹായം അതെന്റെ അമ്മായിയപ്പനായി പോയില്ലേ, അപ്പൊ പിന്നെ ഇതൊക്കെ എന്റെ കടമയല്ലേ. അതും പറഞ്ഞവൻ അവളുടെ കവിളിലൊന്ന് തട്ടി. അപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത്. പിന്നെ തനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ എത്തും. ആരുമില്ലെന്ന തോന്നലൊന്നും വേണ്ട. ഇപ്പൊ തന്നെ കണ്ടില്ലേ തന്റെ കോലം. വാടിത്തളർന്ന പൂ പോലെയുള്ള അവളുടെ മുഖത്തേക്ക് വിഷമത്തോടെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എനിക്കാ വായാടിയായ ലിയയെ കാണാനാ ഇഷ്ടം. ഇതൊരുമാതിരി എന്തോ പോലൊരു കോലം. അവളെ കളിയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്നാൽ അവൻ പറയുന്നതെല്ലാം കേട്ട് നിൽക്കുകയല്ലാതെ ഒരക്ഷരം പോലും അവൾ മിണ്ടിയില്ല. താൻ എന്താടോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? അവളുടെ മൗനത്തിൽ വല്ലാതെ വിഷമിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എന്നിട്ടും തല കുനിച്ചിരിക്കുന്നവളുടെ മുഖം പിടിച്ചുയർത്തി ആ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. നോക്കിലിയ, അന്ന് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതൊരിക്കലും ന്യായീകരിക്കാനുമാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഉള്ളിലെവിടെയോ നീ എന്റേതാണ് എന്ന തോന്നലുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്തു പോയത്. നീ എന്നോട് ക്ഷമിക്കണം. അവൻ അത്രയും താഴ്മയോടെയാണ് അവളോട് ആ കാര്യം പറഞ്ഞത്. അവളാവട്ടെ അവന്റെ കണ്ണിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നത് അത്രയും ആത്മാർത്ഥമായിട്ടാണെന്ന് അവന്റെ കണ്ണിൽ നിന്നും അവൾക്ക് മനസ്സിലായി. നേരത്തൊരു പുഞ്ചിരി അവൾ അവനെ സമ്മാനിച്ചു. അത് കണ്ടപ്പോഴാണ് അവനും ഇത്തിരിയെങ്കിലും ആശ്വാസം തോന്നിയത്. ആവോ, സമാധാനമായി, താനൊന്ന് ചിരിച്ചു കണ്ടല്ലോ. അവളുടെ ചിരി വിടർന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ അവൻ പറഞ്ഞു. എന്നാ ഞാൻ പോട്ടെ, എന്തുണ്ടെങ്കിലും വിളിക്കണം. അവൻ അവളോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ അവന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്തേ? അവൻ അവളുടെ കയ്യിലേക്കും മുഖത്തേക്കുമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കുമോ? അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി. ഞാനിവിടെ ഇങ്ങനെ നിന്നാ തന്റെ ഉമ്മാക്ക് എന്തെങ്കിലും സംശയം തോന്നും. ഞാൻ നാളെ വരാം, താൻ പോയൊന്ന് റെസ്റ്റ് എടുക്ക്. അവൻ അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖം വാടി. വിഷമിക്കാതെടോ, ഞാൻ നാളെ ഇങ്ങ് വരൂലേ. പിന്നെ
തനിക്ക് വിളിക്കണമെന്ന് തോന്നിയ ഉമ്മാന്റെ കയ്യിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് വിളിച്ചോ. അതും പറഞ്ഞവൻ അവൾക്കരികിലേക്കായി നീങ്ങി നിന്നു. അടുത്തെങ്ങും ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അവൻ അവളുടെ മുഖം ഇരു കൈയാലും പൊതിഞ്ഞു പിടിച്ചു. മെല്ലെ അവളുടെ നെറ്റിയിലായി ഒന്നമർത്തി മുത്തി. എന്തിനും ഞാനുണ്ട് കൂടെ എന്ന ഉറപ്പോടെ. പെട്ടെന്ന് അവൾ ഞെട്ടിക്കൊണ്ട് പിന്നോട്ട് മാറി. പരിഭ്രമത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് അവനെ നോക്കി. താൻ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, ഞാനുണ്ട് കൂടെ. അതും പറഞ്ഞവൻ അവനിൽ നിന്നും അകന്നു മാറി നിൽക്കുന്നവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്കും അതൊരാശ്വാസവാക്കായിരുന്നു. ആരുമില്ലെന്ന തോന്നലിൽ നിന്നും ആരൊക്കെയോ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം. അത് മാത്രം മതിയായിരുന്നു അവൾക്കപ്പോൾ. അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് അവൾ അങ്ങനെ നിന്നു. എന്നാൽ ഇതൊക്കെയും മാറി നിന്ന് ഒരാൾ കാണുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു.